പ്രമുഖ ചിന്തകനും ആക്ടിവിസ്റ്റുമായ സണ്ണി എം കബിക്കാടിനെ വൈക്കത്തെ സ്ഥാനാർത്ഥിയാക്കാൻ UDF ആലോചിക്കുന്നു. ദലിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് കോൺഗ്രസ് നീക്കം. തുടർച്ചയായി ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ് വൈക്കം. 1991 മുതൽ UDF വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ് വൈക്കം. സംവരണ മണ്ഡലം കൂടിയായ വൈക്കത്ത് പിന്നാക്ക സമുദായങ്ങളെ കൂടെ നിർത്തിയുള്ള നീക്കമാണ് UDF നടത്തുന്നത്. ദലിത് ക്രൈസ്തവ സംഘടനകളുമായി അടക്കം ചർച്ച ചെയ്താണ് സണ്ണി എം കബിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള UDF നീക്കം. സണ്ണിയുമായി ഇതിനകം 2 തവണ കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി. സ്ഥാനാർത്ഥിയാകാൻ സണ്ണി തയ്യാറായെന്നാണ് വിവരം. കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ചർച്ച പൂർത്തിയാക്കി വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സണ്ണിയെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് സാധ്യത. വൈക്കം മണ്ഡലത്തിലെ കല്ലറയിലാണ് സണ്ണിയുടെ വീട്. ദലിത് പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള വൈക്കത്ത് സണ്ണി സ്ഥാനാർത്ഥിയായാൽ മറ്റു മണ്ഡലങ്ങളിലും പിന്നാക്കക്കാരുടെ പിന്തുണ ലഭിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. CSDS അടക്കമുള്ള സംഘടനകൾ പരസ്യമായി UDFനായി ഇറങ്ങുമെന്നും UDF കണക്കുകൂട്ടുന്നു. സണ്ണി എം കബിക്കാട് എന്ന ജൈവ ബുദ്ധിജീവി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കൗതുകരമാണ്. ഒപ്പം ദലിത് പിന്നാക്ക വിഭാഗങ്ങളുടെ മുന്നണി പോരാളിയായ ഒരാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത് ദലിത് രാഷ്ട്രീയത്തിന് കൂടിയുള്ള അംഗീകാരമാകും. കൊച്ചിയിൽ നിന്നും MK ഷുക്കൂർ, മീഡിയ 1.